പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടാവുന്ന രീതിയിൽ കൊയിലാണ്ടി നഗരസഭാ പരിധിയിൽ ഉൾപ്പെടുന്ന ബസ് സ്റ്റാൻഡിൽ ഫുട്പാത്തിൽ അനധികൃത കച്ചവടം അനുവദിക്കുന്നുവെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി കൊയിലാണ്ടി യൂണിറ്റ് പ്രസിഡന്റ് ആരോപിച്ചു. ബങ്ക് നിർമ്മിച്ച് കച്ചവടക്കാരെ പുനരധിവസിപ്പിക്കാനുള്ള തീരുമാനം പുനഃപരിശോധിക്കണമെന്നും എന്ത് വില നൽകിയും നഗരസഭയുടെ ഈ തീരുമാനത്തെ എതിർക്കുമെന്നും വ്യാപാരി വ്യവസായി ഏകോപന സമിതി കൊയിലാണ്ടി യൂണിറ്റ് പ്രസിഡന്റ് KP ശ്രീധരൻ പറഞ്ഞു. ഈ കഴിഞ്ഞ നഗരസഭ കൗൺസിൽ യോഗത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനം എടുത്തതായി അറിയാൻ കഴിഞ്ഞു. അതായത് കൊയിലാണ്ടി മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ്, ഈ ബസ് സ്റ്റാൻഡിൻ്റെ ഇരുവശത്തും നടന്നു പോകാനുള്ള ഫുട്പാത്തുണ്ട്. ആ ഫുട്പാത്തിൻ്റെ ഇരുവശങ്ങളിലും വ്യാപാരികൾ കച്ചവടവും ചെയ്യുന്നു. ഈ ഫുട്പാത്ത് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് ജനങ്ങൾക്ക് കൂടി നടന്നു പോകാനുള്ള ഒരു വഴിയാണെന്ന്. എന്നാൽ ആ വഴിയിലാണ് കൊയിലാണ്ടി നഗരസഭ വ്യാപാരികൾക്ക് ദോഷം ചെയ്യുന്ന, അല്ലെങ്കിൽ പൊതുജനങ്ങൾക്ക് ദ്രോഹകരമായ ഒരു തീരുമാനം എന്ന നിലയ്ക്ക് അവിടെ അനധികൃത കച്ചവടക്കാർക്ക് ഫുട്പാത്തിൽ ബങ്ക് നിർമ്മിച്ച് അവിടെ പുനരധിവസിപ്പിക്കാൻ തീരുമാനിക്കുക. അതിനായിട്ട് ഫണ്ട് അലോട്ട്മെൻറ്റും ചെയ്തു കഴിഞ്ഞു. ഈ തീരുമാനത്തെ കൊയിലാണ്ടി നഗരസഭയിലെ പ്രതിപക്ഷങ്ങൾ ഒന്നടക്കം എതിർത്തതാണ്. അങ്ങനെ എതിർപ്പുണ്ടായിട്ട് പോലും അത് വകവയ്ക്കാതെ കൊയിലാണ്ടി നഗരസഭ അതുമായി മുമ്പോട്ട് പോകാനാണ് തീരുമാനമെടുത്തത്. അതുമായിട്ട് മുമ്പോട്ട് പോകുന്നു എന്ന് തന്നെയാണ് അറിയാൻ കഴിഞ്ഞത്. വ്യാപാരികൾ വികസനത്തിന് എതിരല്ലെന്നും നഗരസഭയുടെ ഈ തീരുമാനം പുനഃപരിശോധിക്കണമെന്നും വ്യാപാരി വ്യവസായി ഏകോപന സമിതി കൊയിലാണ്ടി യൂണിറ്റ് വൈസ് പ്രസിഡന്റ് TP ഇസ്മായിൽ പറഞ്ഞു. വ്യാപാരികൾ വികസനത്തിന് ഒരിക്കലും എതിരല്ല. ഇത്തരം പരിപാടികളും ഇത്തരം പ്രശ്നങ്ങളും ഉണ്ടായി വരുമ്പോൾ അത് വ്യാപാരികളെ വളരെയധികം വിഷമത്തിലും ബുദ്ധിമുട്ടിലുമാക്കുന്ന ഒരു സംഭവമാണ്. അത് പുനഃപരിശോധിക്കണമെന്നാണ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിക്ക് ആവശ്യപ്പെടാനുള്ളത്.